രാവിലെ 4 മണിക്ക് എണീച്ചിട്ട് കഴിഞ്ഞിട്ടൊക്കെ വാങ്ങി പടക്കൊക്കെ പൊട്ടിന് ശേഷം വീണ്ടും കിടന്നുറങ്ങിയിട്ട് പിന്നെ എണീറ്റ് ഹാപ്പി വിഷു പറയാണ് ഞാൻ. പിന്നെ രാവിലത്തെ സ്പെഷ്യൽ വിഷുക്കഞ്ഞിയൊക്കെ കുടിക്കുന്നു. ശേഷം നേരെ നമ്മൾ അമ്പലത്തേക്ക് പോയി. അങ്ങനെ പോണ വഴി ക്യൂട്ട് പുപ്പീനെയൊക്കെ കണ്ടു. അങ്ങനെ കണ്ടതിന് ശേഷം അമ്പലത്തിൽ പോയി ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ ഒരു ജ്യൂസ് കടയിൽ കയറി. അങ്ങനെ ജ്യൂസ് കടയിലൊക്കെ കയറി അടുത്തിരിക്കുന്ന പുറത്തോട്ട് പോകുന്ന ആൾക്കാരെ പറ്റിയൊക്കെ പറഞ്ഞ് ഒരു ജ്യൂസൊക്കെ കുടിച്ച് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനിയാണ് നമ്മളെ വൈകുന്നേരത്തെ മെയിൻ പരിപാടി വിഷുവലി. വിഷുവലിക്ക് പോകുമ്പോഴാണ് ഇവള് ഇത്രയും നിന്ന് റെഡി ആയിട്ടുണ്ടെങ്കിലും പാലക്കാരന്മാരുടെ തനി സ്വഭാവം എന്താണ് ആ സഞ്ചിയും തുണികളും ആക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇയാൾ ഹിന്ദിക്ക് എതിരെ മുംബൈ എന്നൊക്കെയാണ് പറയുമ്പോൾ അതിൻ്റെ ഒരു പട്ടിക കാണിക്കണം. നമ്മൾ വേലയ്ക്ക് പോയത് അമ്മായി 2 ട്രോഫിയെല്ലാം കൂട്ടി വരുന്നുണ്ട്. പിന്നെ ആന വന്നു. നമ്മുടെ അവിടെ ഒരു ആന മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മളങ്ങനെ ചെലവചുരുക്കൽ പരിപാടിയൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഒരേ ഒരു ആന മാത്രമേ ഉള്ളൂ. അങ്ങനെ എന്തൊക്കെ അടുത്തത് എന്തായി ആനയ്ക്ക് ശേഷം കൊട്ട്, നല്ല അടിപൊളി കൊട്ടും പാട്ടൊക്കെയാണ് പിന്നെ നമുക്കുണ്ടായിരുന്നത്. കൊട്ടും പാട്ടൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ മെല്ലെ നേരെ എവിടേക്ക് പോകാൻ തുടങ്ങി, അമ്പലത്തേക്ക് പോകാൻ തുടങ്ങി. കാരണം ഇനി അമ്പലത്തിലാണ് ആന വരിക. നമ്മുടെ ആ ഒരേ ഒരു ആനയില്ലേ ആ ആന. അപ്പോൾ ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിങ്ങനെ നടന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടന്നുകൊണ്ട് ഇരിക്കുകയാണ്. നമ്മളങ്ങനെ അമ്പലത്തേക്ക് പോവുകയാണ്. ഓക്കെ, അതിൻ്റെ ഇടയിൽ എനിക്ക് 2 ട്രോഫിയിൽ ഒരു ട്രോഫി എൻ്റെ ഇപ്പോൾ എന്നിട്ട് എന്തൊക്കെയോ ഇങ്ങനെ കാര്യങ്ങൾ എന്തൊക്കെയോ സീരിയസ് ആയിട്ട് കാര്യം പറയുന്നത്. അതിൻ്റെ ഇടയിലാണ് നമ്മൾ ആന വന്നത്. എവിടേക്കാണ് വന്നത്? നമ്മുടെ അടുത്ത് തന്നെ വന്ന് നിന്നു. അപ്പോഴത്തേക്കും ഞങ്ങളെല്ലാം പേടിച്ച് വേഗം ഓടിപ്പോയി. അതാണ് നമ്മൾ ഫോൺ ഷെയ്ക്ക് ചെയ്ത് കണ്ടു. പിന്നെ നമ്മൾ ആൻ്റെ സൈഡിൽ ഇത്രയും നമ്മൾ മെയിൻ എന്ന് പറഞ്ഞിട്ട് ആൻ്റെ സൈഡിൽ കുറേ നേരം ഇരുന്നു. അപ്പം ആന ഇതാണ് നമ്മുടെ വണ്ടാഴിയിലെ ആന. അങ്ങനെ കുറേ നേരം ഇരുന്നപ്പോൾ എനിക്കും ബോറടിച്ചു, ആനയ്ക്കും ബോറടിച്ചു. ഇവിടെ മൊത്തം ഇങ്ങനത്തെ പരിപാടികളാണ്. അങ്ങനെ കുറേ നേരം നമ്മൾ നിന്നു. അവരവരുടെ പാട്ട് കൊട്ടും കളിക്കും. ആന ഇങ്ങനെ ചെവിയാട്ടിക്കൊണ്ടിരിക്കും, നമ്മളിങ്ങനെ നിൽക്കും. അതൊക്കെ തന്നെ. പിന്നെ ആൾ കുറേ അതിൻ്റെ ഇടയിലാണ് ഇങ്ങോട്ട് വന്ന് ആൾ വന്നിട്ട് അള്ളാറിൻ്റെ സൈഡിൽ കൂടെ അങ്ങനെ പോകണ്ടായിരുന്നു. അതിന് ശേഷം നമ്മളിങ്ങനെ ആനയൊക്കെ ഇങ്ങനെ പട്ട തിന്നുന്നു. നമുക്കൊന്നും തിന്നാനൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളിങ്ങനെ ആന തിന്നുന്നത് നോക്കിയിരുന്നു. അപ്പോഴാണ് ആനപ്പാപ്പാന് കുറേ നേരം ഇരുന്നിരുന്ന് മതിയായപ്പോൾ ആൾ സൈഡിൽ കൂടെ ഇറങ്ങിയൊന്ന് പോയി. അങ്ങനെ ഇറങ്ങി ആൾ മറ്റേ കെട്ടൊക്കെ എന്തോ ചെയ്യണം, എന്തൊന്നും എനിക്ക് മനസ്സിലായില്ല കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ആളൊന്ന് ഞെട്ടിച്ച് പടകം പൊട്ടി. പക്ഷെ ആൾ ഞെട്ടിയില്ല. കാരണം കുറേ വേലയും പറമ്പെല്ലാം പൂരമൊക്കെ കണ്ടുകൊണ്ട് തന്നെ ആൾ ഞെട്ടിയില്ല. പക്ഷെ നമ്മൾ ഞെട്ടി, നല്ലോണം ഞെട്ടി. പക്ഷെ ഞെട്ടാൻ മാത്രമൊന്നുമില്ല, കുറച്ച് പടക്കെ തന്നെയൊക്കെ ഉള്ളൂ കേട്ടോ. അതിനുശേഷം 5 ഔട്ടും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇതിനർത്ഥം എന്താണ്, നമ്മുടെ വണ്ടാഴി വേല അങ്ങനെ സമാപനത്തിലോട്ട് എത്തി. അങ്ങനെ നമ്മൾ കുറേ ഔട്ട് കണ്ടു, പടക്കം കണ്ടു, ആനയെ കണ്ടു, കൊട്ട് കണ്ടു, ഒക്കെ കണ്ട് അവസാനം നമ്മുടെ വേല കഴിഞ്ഞു. വേല കഴിഞ്ഞപ്പോൾ ആനയും വീട്ടിൽ പോകാൻ റെഡിയായി, നമ്മളും വീട്ടിൽ പോകാൻ റെഡിയായി. അങ്ങനെ ഇങ്ങനെ പോകുമ്പോഴാണ് ആൾ മെല്ലെ ഇളകി അങ്ങനെ നമ്മുടെ കണ്ണിൽ നിന്ന് മാഞ്ഞു പോയി. നമ്മളും അതിൻ്റെ ബാക്കിൽ വീട്ടിലേക്ക് പോയി. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോകുമ്പോഴാണ് ഇങ്ങനെ നമ്മുടെ ആര്യന് എന്ത് പറഞ്ഞു കൊടുക്കുക, ഞങ്ങളുടെ ഫസ്റ്റത്തെ തറവാട് ഇവിടെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ സംഭവമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിൽ പോയി. അത്രേ ഉള്ളൂ. ബൈ.